പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീട്ടിലെ എല്ലാവർക്കും കൺമണിയെ ഇഷ്ടമാകുന്നത് തിരിച്ചടിയായിരിക്കുകയാണ് കൃഷിന്. ഇതോടെ കൃഷ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു. ഉടൻ തന്നെ മഹിയെ ഫോൺ ചെയ്യുകയും വീട്ടിലുള്ള എല്ലാവരും ഇപ്പോൾ അവളെ തലയിൽ കയറ്റിയാണ് വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, കൃപയ്ക്ക് ഇപ്പോൾ അവൾ എന്ന് പറഞ്ഞാൽ ജീവനാണ്. മറ്റാരോടും കാണിക്കാത്ത അറ്റാച്ച്മെന്റ്സ് ഒക്കെയാണ് അവൾ ഇപ്പോൾ കാണിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് എനിക്കാകെ ചൊറിഞ്ഞു വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കൺമണിയെ ഇവിടെ നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഉടൻ തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ ഈ വീട്ടിൽ ഇനി ഉണ്ടാകരുത്. എത്രയും പെട്ടെന്ന് അവളെ പുറത്താക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. അവളെ ഇവിടെ കണ്ട് കണ്ട് എനിക്ക് മടുത്തടാ. ഇത് പറയുന്നത് കേട്ട് മഹി പറയുകയാണ്, ഇനി എന്താണ് ചെയ്യുക? നീ തന്നെയല്ലേ അവളെ അവിടേക്ക് വലിച്ചു കയറ്റിയത്? ആടാ, ഞാൻ തന്നെയാ. അതും നിന്റെ വാക്ക് കേട്ട്. അതുകൊണ്ട് തന്നെ നീ തന്നെ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇവിടെ നിന്ന് അവളെ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോടാ ഒന്ന് എന്ന് പറഞ്ഞതിനെ തുടർന്ന് നീ എന്തായാലും നൈസായി അവളെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ധരിപ്പിച്ചേക്ക്. അധികം ഇനി അവിടെ കിടന്ന് വിലസണ്ട എന്നും പറഞ്ഞതിനെ തുടർന്ന് അതെ, ഞാൻ തന്നെയാണ് ഇനി ഒരു തീരുമാനം ഇതിലെടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൃഷ്. ഇതിൻ്റെ ഭാഗമായി മുന്നിലേക്ക് ചെല്ലുന്ന കൃഷ് കൺമണിയോട് ഇനി ഇവിടെ ജോലി ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല എന്നും നീ ഇവിടേക്ക് വരണ്ട എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയും ഇവിടെ നിന്ന് എന്നെ പറഞ്ഞുവിടാൻ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കാരണമൊന്നുമില്ല, നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. ആ ഞാൻ തന്നെ പറയുന്നു, നിനക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്. ഞാനൊരു സഹായം ചോദിച്ചപ്പോൾ പോലും നിനക്കത് ചെയ്തു തരാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു ജോലിക്കാരിയെ ഈ വീട്ടിൽ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കമ്പനിയിൽ നിർത്താനും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് പറയേണ്ടത് നിങ്ങളല്ല. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് നിങ്ങളുടെ അച്ഛനായ സാഗറാണ്. സാഗർ സാർ പറയട്ടെ, ഞാൻ മറുത്തൊരു ചോദ്യം പോലും ചോദിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം. അല്ലാതെ നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ്. ഇതോടെ കൺമണി ഇതേ തുടർന്ന് കൃപയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. കൺമണിയെ പുറത്താക്കുന്നതിനായി ഇപ്പോൾ കൃഷ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഇനി ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞ കാര്യവും അറിയാൻ ഇടയാകുന്ന കൃപ എന്തിനാണ് ഇങ്ങനെയൊക്കെ കൃഷ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. കൺമണി ചേച്ചി അടിപൊളിയാണ്, അമ്മയുടെ ജീവൻ വരെ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ കൺമണി ചേച്ചി ഈ വീട്ടിൽ തന്നെ തുടരും. ജോലിയിൽ മാറ്റമൊന്നും ഉണ്ടാവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന കൃപ ചേട്ടൻ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ വീട്ടുകാരെല്ലാം അവൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് നിൽക്കുന്നത് എന്നുള്ള കാര്യം കൃഷ് തിരിച്ചറിയുകയാണ്. കൃഷിന്റെ ഈ ഭാവമാറ്റം മാനസയും തിരിച്ചറിയുന്നു. എന്നെ ഇപ്പോൾ കൺമണി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കൺമണിയെ പുറത്താക്കുന്നതിനായി കൃഷ് ശ്രമിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. കൃഷിന്റെ മനസ്സിൽ ഇപ്പോൾ മുഴുവൻ എന്നോടുള്ള ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കൃഷ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന മാനസ ഇത് എന്തായാലും ഒരു തിരിച്ചടിയിലെ അവസാനിക്കൂ എന്ന് മനസ്സിൽ കരുതുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതേ സമയം ഇനി എങ്ങനെ അവളെ പുറത്താക്കും എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് മഹി പറയുകയാണ്,
കൺമണിയെ പുറത്താകാൻ ഇനിയിപ്പോൾ ശ്രമിക്കുകയാണ് എങ്കിൽ നീ വീട്ടിൽ നിന്ന് പുറത്താകും മോനെ. കാരണം അവൾ അവിടെ ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. പണ്ടേ നീ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റു പെൺകുട്ടികളെ പോലെ അല്ല കൺമണി എന്ന്. അവൾ ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നീ അവളോട് സൂക്ഷിച്ചു വേണം കളിക്കാൻ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിനക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാം. ഉണ്ട് എന്ന് പറയുന്ന മഹി അത് മറ്റൊന്നുമല്ല, അവളുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. വരുൺ എന്ന ചെക്കനുമായിട്ടാണ് വിവാഹം. എൻഗേജ്മെന്റും മറ്റു കാര്യങ്ങളും ഉടൻ തന്നെ നടക്കും. അതുകൊണ്ട് ഇനി കൺമണിയെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. വരുണിൻ്റെയും ഇവളുടെയും കല്യാണം കഴിയുകയാണ് എങ്കിൽ വരുൺ ഇവളെ ജോലിക്ക് വിടാതിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയാവണമെങ്കിൽ നീ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. ഇത് കേട്ടതിനെ തുടർന്ന് എന്നാൽ ഒരു തവണ പോയി വരുണിനെ കണ്ടേക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ക്രിഷ്. ഇതിൻ്റെ ഭാഗമായി വരുണിനെ ചെന്ന് കാണുന്ന ക്രിഷ് എൻ്റെ ഓഫീസിലാണ് അവൾ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയുകയും ചെയ്യുന്ന ക്രിഷ് ഇതേ തുടർന്ന് ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞും അവളെ ജോലിക്ക് വിടില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വരുൺ. ഇതേ തുടർന്ന് വരുണിന് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അതൊക്കെ പഴയ കാര്യമല്ലേ, ഇപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ട് ഉപകാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി തന്ത്രത്തിൽ പോവുകയാണ് ക്രിഷ്. ഇതോടെ വരുണിന്റെ മനസ്സിലേക്ക് പുതിയ സംശയങ്ങൾ കടന്നു വരികയായി. തൻ്റെ നീക്കങ്ങൾ ഇതോടെ ഫലിച്ചു തുടങ്ങി എന്ന ക്രിഷ് മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് ക്രിഷിനെ ഞെട്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ വഴിമാറുന്നത്. വരുൺ പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന കൺമണി ഇതേ തുടർന്ന് ക്രിഷിനെ ചെന്ന് കാണുകയും ക്രിഷിന്റെ മുഖത്തടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ കൺമണിയുടെ അടി ക്രിഷിനെ ആകെ ഞെട്ടിച്ച് കളയുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.